ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. കാരുണ്യം, സഹിഷ്ണുത, പരസ്പര ബഹുമാനം, കൂട്ടായ ഉത്തരവാദിത്തം എന്നീ മൂല്യങ്ങൾ വെറും പഴയ ആദർശങ്ങളല്ലെന്നും ശക്തവും ഐക്യവുമുള്ള ഒരു ആധുനിക ലോകത്തിന് അനിവാര്യമായ അടിത്തറയാണെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു തെലങ്കാനയിലെ ഗച്ചിബൌളിയിൽ നടന്ന ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വികസിത ഇന്ത്യയ്ക്കായുള്ള ദർശനത്തിന് ആധുനിക വിദ്യാഭ്യാസവും ധാർമ്മിക ജ്ഞാനവും നവീനതയും പാരിസ്ഥിതിക ഉത്തരവാദിത്തവും സംയോജിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയോടുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടായതായും ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 11 വർഷത്തിൽ ദ്രുതഗതിയിലുള്ളതും നൂതനവുമായ അടിസ്ഥാന സൌകര്യ വികസനത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. दुनिया का नजरिया बदला है और भारत की भूमिका भी बदली है. भारत अब दुनिया की तीसरी सबसे बड़ी अर्थव्यवस्था बनने जा रहा है. 11 साल के भीतर ये कैसे हुआ? साथियों, इसमें बहुत बड़ी भूमिका आधुनिक इंफ्रास्ट्रक्चर के विकास की है. भारत 2047 की तैयारी कर रहा है. विकसित भारत के संकल्प को सिद्ध करने के लिए हम इंफ्रास्ट्रक्चर पर फोकस कर रहे हैं. ഗുവാഹത്തിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബർദോലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടം രാജ്യത്തിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ടെർമിനലിന് പുറത്ത് അസമിലെ ആദ്യ മുഖ്യമന്ത്രി ഗോപിനാഥ് ബർദോലോയുടെ 80 അടി നീളമുള്ള പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ സാമൂഹിക സംരക്ഷണത്തിൽ നിന്നുള്ള ഒരു പിന്മാറ്റമല്ല, കാലോചിതമായ പരിഷ്കരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബില്ലിന്റെ ലക്ഷ്യങ്ങൾ ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗുണഭോക്താക്കൾ വാർഷിക തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയർത്തിയത് സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് ഇടുക്കി കുടയത്തൂർ പഞ്ചായത്തിലെ എവർഗ്രീൻ യൂണിറ്റ് അംഗം ഗീതാരാജൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഞാൻ കുടയത്തൂർ പഞ്ചായത്തിലെ എവർഗ്രീൻ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗമാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് അതെല്ലാം ഇതുകൊണ്ട് വളരെ ആശ്വാസമുള്ള ഒരു കാര്യമാണ്. ഞാൻ 2014 തൊഴിലുറപ്പിന് ആദ്യമായിട്ട് പോകുന്നത്. 125 തൊഴിൽ ദിന പദ്ധതി അത് നല്ല കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ കൂടെ അതുപോലെ തന്നെ പണിയുന്നവരും അങ്ങനെ തന്നെ പറയുന്നത്. കൂലിയും കൂടി കുറച്ച് വർദ്ധിപ്പിച്ചാൽ നല്ലതായിരുന്നു. യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനങ്ങളിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഹൈദരാബാദിൽ നടന്ന സംസ്ഥാന PSC ചെയർപേഴ്സൺമാരുടെ ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത ദശകങ്ങളിൽ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് PSCകളാണെന്നും നിയമന പ്രക്രിയകൾ പരിഷ്കരിക്കുന്നത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താനും ഉപരാഷ്ട്രപതി കമ്മീഷനുകളോട് നിർദ്ദേശിച്ചു. നടൻ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. എറണാകുളം ടൗൺ ഹാളിലും അദ്ദേഹത്തിന്റെ കൊച്ചി കണ്ടനാട്ടെ വസതിയിലും പൊതുദർശനത്തിന് വച്ച ഭൌതിക ശരീരത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, സംവിധായകരായ കമൽ, സത്യൻ അന്തിക്കാട് തുടങ്ങി നിരവധി പേർ ടൗൺ ഹാളിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഇന്ന് രാവിലെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു 69-കാരനായിരുന്ന ശ്രീനിവാസന്റെ വിടവാങ്ങൽ. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ. പുതിയ ഭരണസമിതികളും നാളെ ചുമതലയേൽക്കും. നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിലാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഈ മാസം 23-ന് പുറത്തിറക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോയെന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ 8 മാസത്തിൽ രാജ്യത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതി $31 ബില്യൺ എത്തിയതായി കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. അതിവേഗം വളരുന്ന 30 കയറ്റുമതി ഇനങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മേഖലയാണ് ഇലക്ട്രോണിക്സ് മേഖലയെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വികസിത ഇന്ത്യയുടെ വിദേശ നയം ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതായിരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. പൂനെയിലെ സിംബയോസിസ് ഇന്റർനാഷണൽ സർവകലാശാലയുടെ 22ാമത് ബിരുദദാന ചടങ്ങിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047 വികസിത രാഷ്ട്രമാകുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് രാജ്യത്തിന്റെ പുരോഗതിയുടെ പ്രധാന ചാലക ശക്തികളാകാൻ വിദ്യാർത്ഥികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. In my own travels abroad, I increasingly encounter more Indian aircrew, more Indian hotel staff and managers, more Indian medical personnel, professionals and entrepreneurs. This has two important implications for us as a government. One, we need to ensure the welfare, including in conflict situations. And two, that the politics of this mobility needs to be managed. എറണാകുളം ജില്ലയിലെ ആധാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യവുമാക്കാൻ UIDAI നേരിട്ട് നടത്തുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രം എറണാകുളത്ത് പ്രവർത്തന സജ്ജമായി. കച്ചേരിപ്പടിയിൽ ആരംഭിച്ച കേന്ദ്രം ജില്ലാ കളക്ടർ G. പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ 3ാമത് എഡിഷന് കാസർഗോഡ് തുടക്കമായി. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ സംവിധായകൻ മണിരത്നം, സിനിമാ താരം മനീഷ കൊയിലാള, ഛായാഗ്രാഹകൻ രാജീവ് മേനോൻ എന്നിവർ അതിഥികളായി. ബേക്കൽ കോട്ടയെ വീണ്ടും സിനിമാ പ്രേക്ഷകർക്കിടയിൽ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പ്രദേശത്തെ സിനിമാ ടൂറിസം സാധ്യതകൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനും ടൂറിസം വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. കേരളത്തിന്റെ സിനിമാ ടൂറിസം പദ്ധതി ആവിഷ്കരിക്കുന്നത് വഴി പഴയ സിനിമാ ലൊക്കേഷനുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുവഴി ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്താനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് 30 വർഷങ്ങൾക്കിപ്പുറം ഇങ്ങനെയൊരു കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത്. ബേക്കൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് കുടുംബശ്രീ മിനി സരസ് മേളയ്ക്കും ബേക്കലിൽ തുടക്കമായി. BRDSയുടെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് കൂടിയാണ് വിഖ്യാത ചലച്ചിത്ര പ്രതിഭകളുടെ സംഗമം നടന്നത്. ശബരിമല ക്ഷേത്രത്തിലെ തങ്കയങ്കി ഘോഷയാത്രയെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. 26 വൈകുന്നേരം സന്നിധാനത്ത് എത്തിച്ചേരും. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27 മണ്ഡലപൂജ നടക്കും. മണ്ഡലകാല സമാപനത്തിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. 18ാം പടി, സോപാനം, തിരുമുറ്റം, മാളികപ്പുറം എന്നിവിടങ്ങളിൽ മൊബൈൽ ഫോണും മറ്റ് ക്യാമറകളും ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ ചിത്രീകരിക്കുന്നതിനും പോലീസ് കർശന വിലക്കേർപ്പെടുത്തി. കണ്ണൂർ തലശ്ശേരി കണ്ടിക്കലിലെ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് ശേഖരിച്ച് വേർതിരിക്കുന്ന സ്ഥാപനത്തിന് തീപിടിച്ചു. തീ കെടുത്തുന്നതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. തലശ്ശേരി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും കനത്ത പുക നിറഞ്ഞിട്ടുണ്ട്. കനത്ത മൂടൽമഞ്ഞു കാരണം ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും നിരവധി വിമാന ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദൃശ്യപരത കുറവായതിനാൽ 138 വിമാന സർവീസുകൾ റദ്ദാക്കി. ഡൽഹിയിലേക്കുള്ള 37 ട്രെയിനുകൾ 2 മണിക്കൂറിലധികം വൈകിയതായി റെയിൽവേയുടെ ഡൽഹി ഡിവിഷൻ അറിയിച്ചു. നാളെ രാവിലെ ഡൽഹിയിൽ ചില പ്രദേശങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 2026 ICC T20 ക്രിക്കറ്റ് ലോകകപ്പിനായുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2026 ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ് മത്സരങ്ങൾ. ചൈനയിലെ ഷാങ്ഹൌവിൽ നടക്കുന്ന BWF വേൾഡ് ടൂർ ബാഡ്മിന്റണിൽ പുരുഷ വിഭാഗം ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം പരാജയപ്പെട്ടു. 1-2 ഗെയിമുകൾക്കാണ് ചൈനയുടെ ലിയാങ് വാങ് സഖ്യം ഇന്ത്യൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയത്. ജനുവരി 14 മുതൽ 18 വരെ തൃശൂർ ജില്ലയിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ലോഗോയും കലോത്സവ ഷെഡ്യൂളും മന്ത്രി K. രാജന് കൈമാറി മന്ത്രി V. ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. പന്തൽ കാൽനാട്ട് കർമ്മവും തേക്കിൻകാട് മൈതാനത്ത് മന്ത്രി ശിവൻകുട്ടി നിർവഹിച്ചു. സ്കൂൾ കലോത്സവം വിലയിരുത്തുന്ന 400ഓളം വിധികർത്താക്കൾ വിജിലൻസിന്റെയും പോലീസിന്റെയും നിരീക്ഷണത്തിലായിരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ പേടകമായ മാവനുമായുള്ള ബന്ധം നാസയ്ക്ക് നഷ്ടമായി. 2 ആഴ്ചയായി ഡേറ്റ ഒന്നും ലഭിക്കുന്നില്ല. പേടകത്തിന്റെ സഞ്ചാരപാതയിൽ വന്ന അപ്രതീക്ഷിത വ്യതിയാനമാണ് ഇതിന് കാരണമെന്ന് അധികൃതർ അറിയിച്ചു. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തോടനുബന്ധിച്ച് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച താൽക്കാലിക ഹെലിപാഡ് തകർന്ന സംഭവത്തിൽ നിർമ്മാണം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി. വിവരാവകാശ പ്രവർത്തകന്റെ പരാതിയിലാണ് നിർദ്ദേശം.
ദേശീയ യുവജനോത്സവത്തിന്റെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന് കീഴിലെ മേര യുവഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ 3ാം ഘട്ട മത്സരം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.